മുണ്ടക്കൈ ഉരുൾപൊട്ടലിൻ്റെ നഷ്ടം എന്താണ്? അത് നമുക്കൊരിക്കലും കണക്കാക്കാൻ കഴിയില്ല എന്നതാണ് ഉത്തരം. ചൂരൽമലയിലെ 42കാരൻ മൻസൂറിന്റെ സ്ഥിതി നോക്കാം. നഷ്ടപ്പെട്ടത് കുടുംബത്തിലെ 16 പേരെയാണ്. മാതാവ്, ഭാര്യ, 2 കുട്ടികൾ, സഹോദരി, അവരുടെ കുടുംബാംഗങ്ങൾ, ഭാര്യ, സഹോദരി, അവരുടെ കുടുംബാംഗങ്ങൾ. വംശനാശം എന്നൊരു വാക്ക് സാധാരണ മനുഷ്യനിൽ പ്രയോഗിക്കാറില്ല. പക്ഷേ മൻസൂറിന്റെ കുടുംബം വേരറ്റുപോയി. ഈ ഓരോരുത്തരും സമൂഹത്തിൽ ഏതൊക്കെ രീതിയിൽ പ്രവർത്തിക്കുമായിരുന്നു എന്ന് നമുക്കറിയില്ല. അവർ ഈ സമൂഹത്തിൽ ഏതൊക്കെ വിധത്തിൽ സ്വാധീനം ചെലുത്തുമായിരുന്നു എന്നും നമുക്കറിയില്ല. വസ്തുനാശത്തിന്റെ കൃത്യമായ കണക്കുകളുണ്ട്. മണ്ണിടിച്ചിലിൽ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ മനുഷ്യർ മരിച്ച ഈ ദുരന്തത്തിന് പക്ഷേ വിലയിടാൻ നമുക്ക് കഴിയില്ല. ചൂരൽമല സ്കൂളിലെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 49 കുട്ടികൾ മരിക്കുകയോ കാണാതാവുകയോ ചെയ്തു എന്നാണ് സർക്കാരിൻ്റെ കണക്ക്. ഈ 49 കുഞ്ഞുങ്ങൾ എന്നാൽ 49 കുടുംബങ്ങൾ കെട്ടിപ്പടുക്കാനുള്ളവരായിരുന്നു. ചിലപ്പോൾ നമ്മുടെ ഈ രാജ്യത്തെ തന്നെ നയിക്കാൻ പ്രാപ്തിയുള്ളവരും അവരിലുണ്ടാകുമായിരുന്നു. മുണ്ടക്കൈയുടെ ഈ കൊടിയ നഷ്ടങ്ങളിലേക്കാണ് ഇന്നത്തെ സ്പോട്ട്ലൈറ്റ്. വയനാട് ഉരുൾപൊട്ടലിൽ എന്തൊക്കെ വസ്തുനാശമുണ്ടായി എന്ന് സർക്കാർ ഏറെക്കുറെ കൃത്യമായ കണക്കുണ്ടാക്കി കഴിഞ്ഞു. തകർന്ന വീടുകളുടെ എണ്ണം 1208 ആണ്. അതിൽ ചൂരൽമലയിൽ 600 വീടുകൾ, മുണ്ടക്കൈയിൽ 540, അട്ടമലയിൽ 68. ഒലിച്ചുപോയ കൃഷിഭൂമിയുടെ വലിപ്പം നമ്മുടെ ഒരു കണക്കുകൂട്ടലിനും വഴങ്ങാത്തതാണ്. 3700 ഏക്കർ സ്ഥലമാണ് പൂർണ്ണമായും ഒലിച്ചുപോയത്. വെള്ളപ്പൊക്കമുണ്ടായി കൃഷി നശിച്ച സ്ഥലമല്ല, മണ്ണ് കുത്തിയൊലിച്ചു പോയ സ്ഥലത്തിന്റെ മാത്രം വലിപ്പമാണ് നമ്മൾ ഈ പറഞ്ഞ 3700 ഏക്കർ. ഉരുൾപൊട്ടൽ മേഖലകളിൽ കണ്ടിട്ടുള്ളവർക്കറിയാം, ഉരുൾചാലുകൾ കുറഞ്ഞത് 2 പതിറ്റാണ്ടെങ്കിലും കഴിയാതെ കൃഷിയോഗ്യമാകാത്തവയാണ്. അതിനുള്ള കാരണം മേൽമണ്ണ് 15 അടി വരെ എടുത്തു പോകും എന്നുള്ളതാണ്. സസ്യങ്ങൾക്ക് വളരാനുള്ളതൊന്നും ഉരുളൊഴുകിയ വഴികളിൽ പിന്നെ ഉണ്ടാകാറില്ല. ഉരുൾ വഴി നീളെ ഉരുളൻ കല്ലുകളും പാറകളും വന്ന് കിടക്കുന്നുണ്ടാകും പിന്നീട്. 3700 ഏക്കർ നഷ്ടമായപ്പോൾ അതിൽ 21.5 കോടിയുടെ കൃഷി ഉണ്ടായിരുന്നു എന്നാണ് റവന്യൂ വകുപ്പിന്റെ കണക്ക്. അത് ഇപ്പോൾ അവിടെ ഉണ്ടായിരുന്ന കൃഷിയുടെ മാത്രം മൂല്യമാണ്. 20 വർഷത്തേക്കെങ്കിലും കൃഷി സാധ്യമാകില്ല എന്നതിൻ്റെ നഷ്ടം കണക്കാക്കാൻ നിലവിൽ നമ്മുടെ പക്കൽ ഫോർമുലകളൊന്നുമില്ല. ചൂരൽമല, മുണ്ടക്കൈ എന്നീ സ്ഥലങ്ങളുടെ പേരുകൾ മാത്രമാണ് പൊതുവെ ചർച്ചയായത്. ശരിക്കും 6 വില്ലേജുകളെയാണ് ഈ ഉരുൾപൊട്ടൽ ബാധിച്ചത്. പുഞ്ചിരിമട്ടം, മേപ്പാടി, മുണ്ടക്കൈ, അട്ടമല, ചൂരൽമല, കുഞ്ഞോം, ഇങ്ങനെ 6 വില്ലേജുകൾ. ഈ 6 വില്ലേജുകളിലും സർവനാശം തന്നെയാണ്. ഇനി ഒരു ജീവിതം അവിടെ കെട്ടിപ്പടുക്കാൻ എത്ര കോടികൾ മുടക്കിയാലും സാധിച്ചു എന്ന് വരില്ല. ഉരുളെങ്ങനെയാണ് ഇത്രയും വലിയ നാശമുണ്ടാക്കിയത് എന്ന് കൂടി നോക്കാം. ആദ്യം കേട്ടതും പറഞ്ഞതുമായ രീതിയിലല്ല ഉരുളുകൾ നാശം വിതച്ചതെന്നാണ് റവന്യൂ വകുപ്പ് ഇപ്പോൾ കണ്ടെത്തുന്നത്. 12:50-നുണ്ടായ ആദ്യത്തെ ഉരുൾപൊട്ടലിൽ തന്നെ 2 ഗ്രാമങ്ങൾ പൂർണ്ണമായും തുടച്ചു നീക്കപ്പെട്ടിരുന്നു. പുഞ്ചിരിമട്ടവും മുണ്ടക്കൈയുമാണ് ആ ഗ്രാമങ്ങൾ. പുഞ്ചിരിമട്ടം നിക്ഷിപ്ത വനഭൂമിയാണ്, അവിടെ ജനവാസവും കുറവാണ്. പക്ഷേ മുണ്ടക്കൈ അത് അങ്ങനെയല്ല. 540 വീടുകളെയാണ് ആദ്യത്തെ ഉരുൾ തുടച്ചെടുത്തത്. മരിച്ചവരിൽ 60% ആദ്യത്തെ ഉരുളിൽ തന്നെ മണ്ണിനടിയിൽ പോയിരുന്നു. രണ്ടാമത്തെ ഉരുൾ പൊട്ടിയത് 4:10-ന്, അത് ചൂരൽമലയിലാണ്. ഈ 2 തരത്തിലാണ് അപകടമുണ്ടാക്കിയത്. അതിലൊന്ന്, ഉരുളിൽ 400-ലേറെ വീടുകൾ ഒലിച്ചുപോയി എന്നുള്ളതാണ്. രണ്ടാമത്തേത് പുഴ വഴിമാറി ഒഴുകിയതാണ്. ഇതോടെ 200ഓളം വീടുകൾ പ്രളയത്തിലും നശിച്ചു. ഈ പ്രളയമാണ് 400ഓളം കുടുംബങ്ങൾ അട്ടമലയിലും മുണ്ടക്കൈയിലും കുടുങ്ങാൻ കാരണമായത്. 2 ഉരുൾപൊട്ടലുകൾ തമ്മിൽ 3 മണിക്കൂർ 20 മിനിറ്റാണ് വ്യത്യാസം. രണ്ടാം ഉരുളിലാണ് ചൂരൽമലയിൽ സർവനാശമുണ്ടായത്. ആദ്യത്തെ ഉരുളിനു ശേഷം ചൂരൽമല ഒഴിപ്പിക്കാൻ കഴിയുമായിരുന്നില്ലേ എന്ന ചോദ്യമാണ് ഈ സമയത്ത് ഉയർന്നു വരുന്നത്. എല്ലാവരും മുണ്ടക്കൈയിലേക്ക് ശ്രദ്ധ തിരിച്ച സമയമായിരുന്നു അത്. ഒരു ഉരുളിന് പിന്നാലെ മറ്റൊരുരുൾ ആരും അന്ന് പ്രതീക്ഷിച്ചതുമില്ല. 2 വലിയ ഉരുളുകൾ സംഭവിച്ച ചരിത്രവും
അത്യപൂർവമാണ്. ഇവിടെ പരിശോധിക്കപ്പെടേണ്ട ഒരു വലിയ വസ്തുതയുണ്ട്. ആദ്യത്തെ ഉരുളാണോ രണ്ടാമത്തെ ഉരുളിന് വഴിവെച്ചത് എന്ന ചോദ്യമാണത്. രണ്ടു പ്രദേശങ്ങളിലും മഴയിൽ കുതിർന്നു നിന്ന മലകളായിരുന്നു. ആദ്യത്തെ ഉരുൾ അതിശക്തമായിരുന്നു. ആ ആഘാതം ചൂരൽമലയെയും അടിതെറ്റിച്ചിരിക്കാം എന്ന സാധ്യതയുണ്ട്. അത് ഇനിയും തെളിയിക്കപ്പെടണം. അതോടൊപ്പം തന്നെ മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ഉണ്ടായപ്പോൾ ഇടപെട്ട രീതിയിൽ മാറ്റം വേണമോ എന്ന ചോദ്യത്തിനും ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. 3 മണിക്കൂർ 20 മിനിറ്റ് കൊണ്ട് ചൂരൽമല ഒഴിപ്പിക്കാൻ കഴിയുമായിരുന്നില്ല. ഇപ്പോൾ തന്നെ നോക്കാം, 1300 സൈനിക ഉദ്യോഗസ്ഥരും മറ്റുള്ളവരും എത്തേണ്ടി വന്നു പൂർണ്ണമായ ഒരു തിരച്ചിൽ നടത്താനും രക്ഷാപ്രവർത്തനത്തിനും. എത്ര ഏജൻസികളാണ് മുണ്ടക്കൈയിൽ വന്നത്? NDRF, K9 ഡോഗ് സ്ക്വാഡ്, കരസേന സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പ്, കരസേനയുടെ തന്നെ മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ്, കേരള പോലീസ്, ഫയർഫോഴ്സ്, നേവി, കോസ്റ്റ് ഗാർഡ്, വനം വകുപ്പ്, ഇങ്ങനെ ഇത്രയും ഏജൻസികൾ വിളിപ്പുറത്തുണ്ടായിരുന്നെങ്കിൽ പോലും ചൂരൽമല 3 മണിക്കൂർ കൊണ്ട് ഒഴിപ്പിക്കാൻ കഴിയുമായിരുന്നില്ല. മാത്രവുമല്ല, ചൂരൽമലയിൽ ഉരുൾപൊട്ടാൻ സാധ്യതയുണ്ടെന്ന തരത്തിൽ ഒരു പ്രവചനവും ഉണ്ടായിരുന്നില്ല. ഈ ദുരന്തം നമുക്ക് വലിയൊരു പാഠം ഏതായാലും നൽകുന്നുണ്ട്. ഇനിയെങ്കിലും അത് പറയാതിരിക്കാനാവില്ല. അട്ടമല, ആറന്മല, മുണ്ടക്കൈ, പുഞ്ചിരിമട്ടം, വെള്ളരിമല, ചൂരൽമല, ഈ 6 മലകളും അതീവ ഗുരുതരമായ നിലയിലാണ്. 30 ഡിഗ്രിയിലേറെ ചരിവുള്ള ഈ മലകളിൽ പെയ്യുന്ന മഴ നോക്കി അതത് സമയത്ത് റവന്യൂ വകുപ്പ് ഇടപെടുക തന്നെ വേണം. പക്ഷേ ഈ 6 മലകളിൽ മാത്രമല്ല ശ്രദ്ധ വയ്ക്കേണ്ടത്. വയനാട്ടിൽ തന്നെ 16 പഞ്ചായത്തുകളിൽ 200% മഴ പെയ്തിട്ടുണ്ട്. ജില്ലയിൽ മൊത്തത്തിലുള്ള കണക്കുകളിൽ 14% കുറവ് രേഖപ്പെടുത്തുമ്പോഴാണ് ഈ സ്ഥിതി. കണ്ണുവയ്ക്കേണ്ടതും കാത്തുവയ്ക്കേണ്ടതുമായ മലകൾ വേറെയുമുണ്ട് എന്ന് മാത്രം ഓർമ്മിപ്പിച്ച് ഇന്നത്തെ സ്പോട്ട്ലൈറ്റ് പൂർണ്ണമാകുന്നു.